നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അതിശക്തമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിക്കവറിയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. മാർക്കറ്റ് സ്വാഭാവികമായ രീതിയിൽ എന്നും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഇന്നും അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ നമുക്ക് കിട്ടി. ഗിഫ്റ്റ് നിഫ്റ്റി അതായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി അതിശക്തമായിട്ട് താഴേക്ക് പതിച്ച് ഒരു സമയത്ത് നമുക്കിനി നിഫ്റ്റിക്ക് തിരിച്ചു വരാൻ പറ്റില്ലേ എന്നുള്ള ചിന്തയിൽ ആളുകൾ പാനിക് സെല്ലിംഗ് വീണ്ടും നടത്തി. പിന്നീടാണ് നമ്മൾ HDFC, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് കൂടാതെ തന്നെ സിപ്ലയുടെ ഒരു മികച്ച കമൻട്രി കാരണം സൺഫാർമ പോലെയുള്ള മറ്റുള്ള കമ്പനീസും ഏഷ്യൻ പെയിൻറ്റ് ഉൾപ്പെടെയുള്ള കമ്പനീസിലും ഫിനാൻഷ്യൽ സെക്ടറിലുള്ള മറ്റു കമ്പനീസിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഒരു റിക്കവറി നടത്തിയത്. പിന്നീട് കണ്ടത് വളരെ ബോട്ടം ഫിഷിംഗ് ആയിരുന്നു. മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി 21,000 22,100 മുകളിലൊക്കെ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനീസ് ബ്രോക്കറേജിങ് സ്ഥാപനങ്ങൾ ഡൗൺ ഗ്രേഡ് ചെയ്തതുകൊണ്ട് ഫോൾ ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റീനെ ഇനി ഫർദറായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പല രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങൾ, പല ഇലക്ഷനെ സംബന്ധിച്ചുള്ള പല അപ്ഡേറ്റുകളെല്ലാം തന്നെ നിഫ്റ്റീനെ മുന്നോട്ടോ പിന്നോട്ടോ കൊണ്ടുപോയേക്കാം. ഇന്ന് ആക്ച്വലി ഇന്ത്യൻ സമയം വൈകിട്ട് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ഒരു ദിവസമാണ്. അതുപോലുള്ളൊരു ഈവൻ്റാണ് ഇന്ന് വരുന്നത്. ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് കഴിഞ്ഞ ഒരു 10 ദിവസം കൊണ്ട് 10ൽ നിന്ന് 20ലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ന്യൂസ് കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇന്ത്യ വിക്സ് 2019 മെയ്യിൽ 30 എത്തി, നമുക്ക് 30ലേക്കൊക്കെ ഇന്ത്യ വിക്സ് മൂവ് ചെയ്തേക്കാമെന്നൊക്കെ നമ്മൾ പല ദിവസങ്ങളിലും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഇന്ത്യ വിക്സ് 10 ആയിരുന്നു. ഇപ്പോൾ ഇന്ന് അത് 20ലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് ശക്തമായിട്ട് റിക്കവറി നടത്തി എന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവാം. എന്നാൽ അതിൽ ഒരു റീസൺ നമ്മളുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ NDTV ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകുമെന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ശുഭപ്രതീക്ഷ നിക്ഷേപകർക്ക് വളരെ വലിയ രീതിയിൽ ആശ്വാസം പകർന്നു. നിക്ഷേപകർ വളരെ വലിയ തോതിൽ ബൈ നടത്തി എന്നുള്ളതാണ് മാർക്കറ്റ് ഇന്ന് റാലി രേഖപ്പെടുത്താനായിട്ട് ഒരു പ്രധാന കാരണം. അതാണ് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ശക്തമായിട്ടുള്ളൊരു ബൈയിങ് നമ്മൾ കണ്ടത്. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ച് 22,050 ശക്തമായി ഇടിഞ്ഞു. 237 പോയിന്റ് ഇടിഞ്ഞു. 21,850 താഴെ നിഫ്റ്റി പോയിട്ടുണ്ട്. മേജർ സപ്പോർട്ട് സോൺ ആയിരുന്നു അത്. അവിടെ നിന്ന് മാർക്കറ്റ് റിക്കവറി നടത്തി 237 പോയിന്റ് ഇൻട്രാഡേ ലോയിൽ നിന്ന് ഇന്നത്തെ ഓപ്പണിംഗിലേക്ക് നിഫ്റ്റി കുതിച്ചു. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് വീണ്ടും ഫർദറായിട്ട് നിഫ്റ്റി കുതിച്ചു. 22,100 നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്ന് 48 പോയിന്റ്, സെൻസെക്സ് 111 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 333 പോയിന്റിൻ്റെ റാലി ഉണ്ടാക്കി. ഇന്ത്യയിൽ നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് സിപ്ല, ഏഷ്യൻ പെയിൻറ്റ്, അദാനി പോർട്ട്, ഡിവിസ് ലാബ്, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനീസ് 3 മുതൽ 6% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഡൗൺ ഗ്രേഡ് ചെയ്ത കാരണം ടാറ്റ മോട്ടോഴ്സ് 8.5%, BPCL, ശ്രീറാം ഫിനാൻസ്, NTPC, ONGC തുടങ്ങിയ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ തിരിച്ചെത്തി 1,800 പോയിന്റ് റാലി രേഖപ്പെടുത്തി 62,800. ഗോൾഡ് എന്നാൽ $18 ഇടിഞ്ഞ് 2,342. ബ്രന്റ് ഓയിൽ 82.91. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഫ്ലാറ്റ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്നും തന്നെ വലിയ സപ്പോർട്ടോ ഒന്നും നമുക്ക് നിഫ്റ്റിക്ക് നൽകിയിട്ടില്ല. സപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ ലോക്കൽ ക്യൂസുകളാണ്. ഹോം മിനിസ്റ്ററുടെ പ്രഖ്യാപനമാണ്. ബോട്ടം ബൈയിങ് ആണ്. കൂടാതെ തന്നെ നിഫ്റ്റി മേജർ ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 21,850 ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്ലോബൽ മാർക്കറ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അലൈനായിട്ട് പോയേക്കാം. അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ന്യൂസുകൾ നമ്മുടെ മാർക്കറ്റിന് റിയാക്ട് ചെയ്തേക്കാം. പക്ഷേ കുറച്ച് ദിവസം ഇന്ത്യൻ മാർക്കറ്റിൻ്റെതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കൊച്ചിയിൽ കാക്കനാട് നമ്മുടെ ഓഫീസിലും അതല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി ടാറ്റ മോട്ടോഴ്സ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 8% ഫോള്, മൾട്ടിപ്പിൾ ഡൗൺ ഗ്രേഡ്സ് ഉണ്ടായിട്ടുണ്ട്. EV കമ്പനികളിൽ EV വാഹന മേഖലയിൽ ഒരു മൊണോപ്പൊളി എന്ന് വിളിക്കാവുന്ന ഒരു രീതിയിലായിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ജൈത്ര യാത്ര.
അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് കമ്പനീസ് കടന്നു വന്നിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഈ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്തത്. സൊമാറ്റോ കമ്പനി അവർ ഏകദേശം ഒരു ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. ഇത്തവണ 175 കോടി രൂപ പ്രോഫിറ്റിലായിട്ടുണ്ട്. CA ഇൻഫോ കമ്പനി 28 നിന്ന് 38 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി 610 നിന്ന് 1250 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. SMS ഗ്ലോബൽ കമ്പനി 21 നിന്ന് 66 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. SPE കമ്പനി രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ ട്രേഡിംഗ് കം ക്ലിയറൻസ് മെമ്പർ ബാങ്കായിട്ട് SPE മാറി. എത്തോസ് കമ്പനി ലക്ഷറി വാച്ചിൻ്റെ ഈ ഷോറൂംസ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് എത്തോസ്. 13 നിന്ന് 19 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. UPL കമ്പനി ഫെർട്ടിലൈസർ കമ്പനിയാണ്. 50% ഗ്രോത്താണ് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനോക്സ് ഇന്ത്യ കമ്പനി 30 നിന്ന് 44 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ട്യൂബിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 300 നിന്ന് 190 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ഗോൾഡിയം ഇൻ്റർനാഷണൽ കമ്പനി 30 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സേറ സാനിറ്ററി വെയർ മികച്ച ഒരു ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ഷെയറിന് 74 രൂപയാണ് ഒരു ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ കമ്പനി 62 നിന്ന് 74 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കരൂർ വൈശ്യ ബാങ്ക് കമ്പനി 340 നിന്ന് 460 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. 2 രൂപ 40 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. റോയൽ ഓർക്കിഡ് ഹോട്ടൽ ഇതൊരു ഹോട്ടൽ ചെയിൻ കമ്പനിയാണ്. ഗുജറാത്തിൽ 5 സ്റ്റാർ ഹോട്ടൽ ഇവർ ലോഞ്ച് ചെയ്തു. ഷ്യാം മെറ്റാലിക്സ് കമ്പനി ഖരഗ്പൂരിൽ ഇവരുടെ പുതിയൊരു പ്ലാന്റ് കമ്പനി ഇനാഗുറേറ്റ് ചെയ്തു. GM ബെവറീസ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മെയ് 27 റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. കൂടാതെ തന്നെ TVS മോട്ടേഴ്സ് EV കപ്പാസിറ്റി ഡബിൾ ആക്കാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരുടെ iQube പോലെയുള്ള ഇലക്ട്രിക്കൽ ബൈക്സ് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഇവർ എക്സ്പാൻഡ് ചെയ്ത ന്യൂസുകളെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ ഉള്ള ഒരു അപ്ഡേറ്റ്സ്. തീർച്ചയായിട്ടും വിക്സ് കൂൾ ഡൗൺ ആയിട്ടില്ല. ഇന്നും വിക്സ് സ്പൈക്ക് ചെയ്ത് മുകളിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളൂ. നിഫ്റ്റി ഉയർന്നിട്ടുണ്ട് ശരിയാണ്. പക്ഷേ ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് വിക്സിൻ്റെ സ്പൈക്കിനൊരു ശമനം ഉണ്ടായിട്ടില്ല. 11.5% ഉയർന്ന് ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 20.6 എന്ന നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഇലക്ഷൻ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫേസ് കടന്നു പോവുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പല പ്രഖ്യാപനങ്ങളിൽ നിഫ്റ്റി വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ എന്നുള്ള ഓർമ്മയോടെ ശുഭരാത്രി നേരുന്നു. താങ്ക് യു.